അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിപ്പോൾ ഈ പാഠത്തിൽ മൊത്തമായി ചർച്ച ചെയ്യുന്നത് ഉറുദുവിൽ കവിതകൾക്ക് പുറമെ നസർ രീതിയിൽ വന്ന ചില സാഹിത്യത്തിന്റെ ഭാഗങ്ങളെ കുറിച്ചാണ്. അതിൽ നമ്മൾ അഫ്സാനവി അദബ് കാ ഇർത്തിഖ നമ്മൾ ആദ്യം പഠിച്ചു. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈർ അഫ്സാനവി അദബ് കാ ഇർത്തിഖ. അതിൽ തന്നെ നമ്മൾ ധാരാളം പല കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. തസ്കിറ നിഗാരി, തൻഖീദ്, തഹ്ഖീഖ്, മസ്മൂൻ നിഗാരി, സവാനിഹ് നിഗാരി, ആബീത്ത്, സഹാഫത്ത്, ഇൻഷാഇയ്യ, തുൻസോ, മിസാഹ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മക്തൂബ് നിഗാരി, ഹാക്ക നിഗാരി, റിപ്പോർട്ടേഴ്സ്. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ്. അത് ഒരല്പം സമയത്തിനുള്ളിൽ നമുക്ക് പഠിച്ചു തീർക്കണം. അതിൻ്റെ ശേഷം അതിന് തുടർച്ചയായി വരുന്ന ആക്ടിവിറ്റികൾ എന്തൊക്കെ എന്നൊന്നും നമുക്ക് നോക്കണം. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും കൂടെയുണ്ടല്ലോ അല്ലേ? ആദ്യമായിട്ട് മക്തൂബ് നിഗാരി. മക്തൂബ് നിഗാരി എന്നാൽ കത്തെഴുത്ത് എന്നാണ്. ഖുതൂത്ത് നിഗാരി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖുതൂത്ത് നിഗാരി ഇതിന്റെ തുടക്കം കുറിക്കുന്നത് ഉറുദുവിൽ ഖത്ത് എന്ന് കേട്ടാൽ നമുക്ക് ആദ്യമായി ഓർമ്മ വരേണ്ടത് ഗാലിബാണ് ഖുതൂത്ത് നിഗാരി അല്ലെങ്കിൽ മക്തൂബ് നിഗാരിക്ക് തുടക്കം കുറിച്ചത്. അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ പ്രത്യേകത, സവിശേഷതകൾ, അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ഖൂബിയ, അത് ആം കാരിക്കോ ദിൽചസ്പി യാ മാലൂം ഫറാഹിം കർത്തെ. അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ഒരു പ്രത്യേകത, പൊതുവിൽ എല്ലാ വായനക്കാർക്കും അത് മനസ്സിലാകും വിധം എന്ന് മാത്രമല്ല, ആ വായിക്കുന്നവർക്കെല്ലാം ഒന്നുകൂടെ ആ വായനയിൽ ഒരു താല്പര്യം ജനിപ്പിക്കും വിധം, അതുപോലെ ധാരാളം മാലൂമാത്ത് ഫറാഹിം കർത്തെ, ധാരാളം മാലൂമാത്തുകൾ, അറിവുകൾ പകർന്നു നൽകുന്ന, ലഭ്യമാക്കി തരുന്ന ചില എഴുത്തുകളായിരുന്നു അദ്ദേഹത്തിന്റെ ഖുതൂത്ത് എന്ന് പറഞ്ഞത്. അപ്പോൾ സാധാ നമ്മൾ സുഖവിവരം അന്വേഷിക്കുന്ന രീതിയിലുള്ള ഒരു കത്ത് എന്നല്ല മക്തൂബ് നിഗാരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇത് സാഹിത്യമായിട്ട് എഴുതുമ്പോഴാണ് നമ്മൾ ഈ ഒരു മേഖലയിൽ നമ്മൾ അതിനെ പരിഗണിക്കുകയുള്ളൂ. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത ബേതകല്ലുഫ് ഫസ, അഥവാ അദ്ദേഹം സ്വതന്ത്രമായ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് വന്ന ഓരോ ചിന്തകൾ പങ്കുവെക്കലായിരിക്കും. അതിൽ ഒരു കെട്ടിക്കുടുക്കുകൾ തീരെ ഇല്ലായിരുന്നു. ചില സാഹിത്യത്തിന്റെ ചില എഴുത്തുകളൊക്കെ നമ്മൾക്ക് കേട്ടാൽ തന്നെ മനസ്സിലാകും, അത് ഒരു കെട്ടിക്കുടുക്ക് വല്ലാതെ അനുഭവിക്കുന്നത് പോലെ തോന്നും. പക്ഷെ ബേതകല്ലുഫ് ഫസ, ഒരു കെട്ടിക്കുടുക്കില്ലാത്ത അത്തരത്തിലുള്ള ഒരു എഴുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പിന്നെ അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്നാൽ അന്താസെ തഹരീർ മുതാദി തഹരീരിയോനെ അപ്നാന ചാഹ. അദ്ദേഹത്തിന്റെ ഗാലിബിന്റെ ഈ എഴുത്തിന്റെ ശൈലി, ഈ ഖത്ത് നിഗാരിക്ക് ഏ സലീഖ, അദ്ദേഹത്തിന്റെ കത്തെഴുത്തിന്റെ ഈ ശൈലി ധാരാളം മറ്റു പല സാഹിത്യകാരന്മാരും തൻ്റേതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരും അത്തരത്തിൽ അതേ രൂപത്തിൽ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഒരു കത്തെഴുത്തിന്റെ പൊതുവിൽ സ്വഭാവം എന്ന് വെച്ചാൽ അത് ജാതിയ നജി ഹോത്തെ ഹെ, അത് സ്വാഭാവികമായിട്ടും ഒരു പ്രൈവറ്റാണ്, അത് ഒരു രഹസ്യ സ്വഭാവം ഉള്ളതാണ്. പക്ഷേ जब निजी बातों में रंगारंगी, दिलचस्पी और तनवो पैदा हो जाते हैं तो ये दूसरों के लिए पुरकशिश होते हैं. നമ്മൾ ഈ രഹസ്യ സ്വഭാവമുള്ള ഈ കത്തിനെ തന്നെ നമ്മൾ വളരെ വർണ്ണാഭമായ രീതിയിൽ നല്ല നല്ല ഭാഷകൾ പ്രയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടെ വായിക്കത്തക്ക വിധം ആയിത്തീരും അങ്ങനെ എഴുതുകയാണെങ്കിൽ. അപ്പോൾ ദൂസറോं के लिए पुरकशिश होते हैं. ഇത്തരത്തിൽ എഴുതുമ്പോൾ മറ്റുള്ളവർക്ക് കൂടെ അവരുടെ എഴുത്തുകൾ ആകർഷിക്കും. एक अच्छे खत में यही शख्स वो नजर आता है जो ज़ाहिरी रूप में वैसा नहीं होता. അപ്പോൾ ഒരു നല്ല കത്തിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ എത്തരത്തിലാണോ ഉള്ളത് അത്തരത്തിലായിരിക്കില്ല അദ്ദേഹത്തിന്റെ എഴുത്തുകൾ നമുക്ക് കാണാൻ കഴിയുക. इसलिए शख्सियत का मुताला करने वाले आप बीती के साथ साथ ഖുതൂത്ത് का भी ഖുസൂസി മുതാല करते हैं. അപ്പോൾ സാധാരണ അവർ സമൂഹത്തിൽ എങ്ങനെയാണോ പ്രത്യക്ഷമായി കാണുന്നത് അതായിരിക്കില്ല അവരുടെ പ്രൈവറ്റ് സ്വഭാവമുള്ള, അവരുടെ സ്വന്തം മനസ്സിനുള്ളിൽ അവർ ഒളിപ്പിച്ചു വെച്ച, അവർക്ക് പറയാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അവരുടെ ഖുതൂത്തിലൂടെ, കത്തുകളിലൂടെ പങ്കുവെക്കുമ്പോൾ അവർ സാഹിരി എങ്ങനെയാണോ, പ്രകടമായിട്ട് അവർ എങ്ങനെയാണോ ഉള്ളത് അത്തരത്തിലായിരിക്കണമെന്നില്ല അവരുടെ ഖുതൂത്തുകൾ. അപ്പോൾ ഒരാളെ നമ്മൾ വായിക്കുകയാണെങ്കിൽ, ഒരാളെ ആബീത്തി, ഒരാളുടെ ഓട്ടോബയോഗ്രഫി നമ്മൾ വായിക്കുന്നതോട് കൂടെ തന്നെ അതിൻ്റെ കൂടെ അവരുടെ ഖത്തുകൾ കൂടെ വായിച്ചാലേ ആരായിരുന്നു അദ്ദേഹം എന്ന് കൃത്യമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഗാലിബ് के बाद सर सैयद हाली शिबली, अकबर अलहबादी, मेहंदी हसन, रशीद अहमद सिद्दीकी वगैरह के खतूत किताबी सूरत में शाये हुए हैं. ഗാലിബിന്റെ ശേഷം സർ സയ്യിദ് ഹാലി ഷിബിലി, അക്ബർ അലഹബാദി, മെഹന്തി ഹുസൻ, റഷീദ് അഹമ്മദ് സിദ്ദീഖി, ഇത്തരത്തിലുള്ള പല സാഹിത്യകാരന്മാരുടെയും എഴുത്തുകൾ, കത്തുകൾ പിന്നീട് പ്രസിദ്ധീകൃതമായിട്ടുണ്ട്.
ഇനി നമുക്ക് ഖാക്കാനികാരി. ഖാക്കാനികാരി എന്ന് പറഞ്ഞാൽ ഇത് വെറും ഒരു സവാനിഹല്ല. സവാനിഹ് എന്ന് പറഞ്ഞാൽ ഒരാളെ കുറിച്ച് എഴുതുന്ന ഇതാണ്. മോണോഗ്രാഫ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അയാളെ വളരെ അദബി ചാഷ്നിക്കെ സാത്ത് അയാളെ സാഹിത്യ ജീവിതം അല്ലെങ്കിൽ അയാളെ ജീവിതത്തിന്റെ അഖില നിഖില മേഖലകൾ സാഹിത്യ രൂപത്തിൽ എഴുതുന്നതാണ് സവാനിഹ് എന്ന് പറഞ്ഞത്. എന്നാൽ ഖാക്കാനികാരി എന്നാൽ സവാനിഹും അതുപോലെ ആബീത്തിയും രണ്ടും കൂടെ കൂടിയതാണ്. ആബീത്തി സാധാ ഒരു ഓട്ടോബയോഗ്രഫി, അത് തന്നെ സവാനിഹ് രൂപത്തിൽ എഴുതിയാൽ, സാഹിത്യമായി എഴുതിയാൽ എത്തരത്തിലുണ്ടാകും? അതാണ് ഖാക്കാനികാരി. അങ്ങനെ എഴുതുന്ന ശൈലിയാണ് ഖാക്കാനികാരി എന്ന് പറഞ്ഞത്. ഖാക്കാനികാരി സവാനിഹ് ഓർ ആബീത്തിക്ക് മിലി ജുലി കൈഫിയതെ, രണ്ടിന്റെയും മിശ്രിത സ്വഭാവമാണ് ഖാക്കാനികാരിക്കുള്ളത്. അപ്പോൾ ഇതൊക്കെ ഓരോ വ്യക്തികളെ കുറിച്ച്, അവരുടെ ജീവിതത്തെ കുറിച്ച് സാഹിത്യ രൂപത്തിൽ എഴുതുന്ന ഓരോ ശൈലികളാണ്. നമുക്കതിന്റെ വ്യത്യാസങ്ങൾ എങ്ങനെയൊക്കെയുള്ളത് എന്ന് നമുക്കത് വായിച്ചു നോക്കാം. किसी शख्स की जिंदगी की ऐसी झलकियाँ पेश की जाती है जिससे उसकी शख्सियत या सीरत नुमाया हो जाती है. നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രകടമായി കാണുന്ന, ഏറ്റവും തെളിഞ്ഞു കാണുന്ന ചില സംഭവങ്ങളോ സ്വഭാവങ്ങളോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുക. അതുപോലെ എത്തരത്തിലായിരിക്കണമെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ജീവിതചര്യ എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ സീറ എങ്ങനെയായിരുന്നു, ജീവിതശൈലി എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാകും വിധം ജീവിതത്തിൽ ഏറ്റവും കാര്യമായ, ഏറ്റവും പ്രധാനപ്പെട്ട ചില സംഭവ വികാസങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു എഴുത്ത് നടത്തുക. അതാണ് ഖാക്കാനികാരി എന്ന് പറഞ്ഞാൽ. ഇനി സവാനിഹും ഖാക്കയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാവണ്ടേ. സവാനിഹ് അഗർ നോവൽ ഹേ തോ ഖാക്ക ഉസ് ഷഖ്സ് കാ അഫ്സാന ഹേ. ഇതാണ് ഇതിന്റെ കൃത്യമായ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും ആപ്റ്റായ ജുംല. സവാനിഹ് എന്നുള്ളത് ഒരു വ്യക്തിയുടെ നോവൽ, ഒരു വ്യക്തിയുടെ ജീവിതം ഒരു നോവലാക്കി തീർത്തിരിക്കുകയാണെങ്കിൽ, അതേ നോവല് ഒരു അഫ്സാനയാക്കി തീർത്താൽ, ഒരു നോവൽ നിന്ന് ഒരു ഷോർട്ട് സ്റ്റോറിയിലേക്ക് മാറിയാൽ എത്തരത്തിലുണ്ടാകും? അതാണ് ഖാക്കാനികാരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരേ ആളെ കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഉദാഹരണത്തിന് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണെങ്കിൽ, നമ്മുടെ ഷെയ്ഖ്ന ഐദറോസ് മുസ്ലിയാർ നബറല്ലാഹു മർക്കദ മഹാനവറുകളുടെ ആണ്ടിന്റെ സമയത്ത് നമ്മൾ പത്രത്തിൽ അവരുടെ ജീവിതത്തിന്റെ ഒരു ജീവിതം എത്തരത്തിലായിരുന്നു എന്ന് മനസ്സിലാകത്തക്ക വിധം ജീവിതത്തിൽ പ്രധാനമായി നടന്ന ചില സംഭവ വികാസങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു ലേഖനം തയ്യാറാക്കുന്നു. ആ ലേഖനമാണ് ഉറുദുവിൽ പറയുകയാണെങ്കിൽ ഖാക്കാനികാരി എന്ന് പറയുന്നത്. അങ്ങനെ എഴുതുന്നതിനെയാണ് ഖാക്കാനികാരി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോ അതില് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ സാഹിത്യമായ അതിന്റെ മൂലകങ്ങൾ കൂടെ ഉൾപ്പെട്ടതായിരിക്കണം ഈ എഴുത്ത് എന്ന് മാത്രം. सवानिह अगर नॉवल है तो खाका उसी शख्स का अफसाना है. खाका में किनायत और इशारात. ഖാക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഖാക്കയിൽ ഇതിൽ പല ഇഷാറാത്തുകളും ഈ മഹാന്, ഈ ഒരു വ്യക്തി, ആ വ്യക്തിയെ സൂചിപ്പിക്കുന്ന ചില ഇഷാറത്തുകൾ, കിനായത്തുകൾ ഒക്കെ പ്രയോഗിച്ചിട്ടുണ്ടാകും. ചില വ്യക്തിയെ ചില കിനായത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൗന്ദര്യത്തെ പറയുമ്പോൾ നമുക്ക് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ഓർമ്മ വരുന്നു. കഷ്തിയെക്കുറിച്ച്, കപ്പലിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, കപ്പലിനെ കുറിച്ച് പറയുമ്പോൾ അത് നോഹ് നബി അലൈഹി ഇസ്ലാമിനെയാണ് നമ്മൾ ഓർക്കുന്നത്. തീയിൽ അകപ്പെട്ട പ്രവാചകൻ എന്ന് പറയുമ്പോൾ നമുക്കത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഓർമ്മ വരും. ഇത്തരത്തിലുള്ള കിനായാത്തുകളും ഇഷാറാത്തുകളും ഉൾപ്പെട്ടതായിരിക്കും ഖാക്ക. ഇതിൽ പ്രധാനപ്പെട്ട സംഭാവനകൾ അർപ്പിച്ച ചില സാഹിത്യകാരന്മാരെ പേര് മാത്രം നമുക്ക് പറയാം. മിർസ ഫർഹത്തുള്ള ബീഗമാണ് ഏറ്റവും ആദ്യത്തെ ഒരു നിയമാനുസൃതമായിട്ടുള്ള ഖാക്കാനികാരി എഴുതി തുടങ്ങിയത്. മിർസ ഫർഹത്തുള്ള ബീഗ് ആണ് അദ്ദേഹത്തിന്റെ തുടക്കം കുറിച്ചിട്ടുള്ളത് ഡെപ്റ്റി നസീർ അഹമ്മദ് കി കഹാനി എന്ന പുസ്തകത്തിലൂടെയാകുന്നു. പിന്നെ അതേപോലെ ഉൻകെ ബാദ് സയ്യിദ് ആബിദ് ഹുസൈൻ, മൗലവി അബ്ദുൽ ഹക്ക്, റഷീദ് അഹമ്മദ് സിദ്ദീഖി, ഖാജ ഹസൻ നിസാമി, സആദത്ത് ഹസൻ മണ്ടു, ഇസ്മത്ത് ചോത്തായി, അഷ്റഫ് സബൂഹി, ഷാഹിദ് അഹമ്മദ് ദഹ്ലവി, ഇവരൊക്കെ ഈ ഖാക്കാനികാരിയിൽ പിന്നീട് പല സംഭാവനകളും അർപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റിപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ചഷ്മേ ദീദ് വാഖയാത്ത് പർ ലിഖ്ന. എന്താണ് റിപ്പോർട്ടിങ് എന്ന് പറഞ്ഞാൽ? എന്താണ് റിപ്പോർട്ടിങ്? പ്രത്യേക ഒരു കലയാണ്. ആ റിപ്പോർട്ടിങ്ങിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു
കാര്യം എന്തെന്ന് വെച്ചാൽ ചഷ്മേ ദീദ് വാക്കയാത് പർ ലിഖ്ന, നമ്മൾ നേരിൽ കണ്ട അനുഭവിച്ച കാര്യങ്ങളെ കുറിക്കുക, റിപ്പോർട്ടായിട്ട് എഴുതുക. അതാണ് റിപ്പോർട്ടിങ് എന്ന് പറയുന്നത്. റിപ്പോർട്ടേഴ്സ് ചഷ്മേ ദീദ് വാക്കയാത് പർ ലിഖ്ന, അത് നേരിൽ കണ്ട കാര്യങ്ങളെ എഴുതുമ്പോഴേ അതിനെ റിപ്പോർട്ടേഴ്സ് എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതിൽ അദബി ഉസ്ലൂബുകൾ, സാഹിത്യമായ ശൈലികൾ പാലിക്കണം. അതുപോലെ തഹയ്യുൽ ആമോസിഷ്, അതുപോലെ തന്നെ തൻ്റെ ചിന്തകൾ കലർത്തി എഴുതുന്ന, അതേ നേരിൽ കണ്ട സംഭവങ്ങൾ തൻ്റെ ചിന്തകൾ കലർത്തിക്കൊണ്ട് ഒന്നുകൂടെ ഉഷാറാക്കിക്കൊണ്ട് നല്ല രീതിയിൽ എഴുതുമ്പോഴാണ് അത് റിപ്പോർട്ടേഴ്സ് എന്ന സാഹിത്യ രൂപത്തിലേക്ക് അത് മാറുകയുള്ളൂ. അതേ इस्तिलाह में ऐसी चलती फिरती तस्वीर कशी जिसमें खुद मुसन्निफ की ज़ात, उसलूब क़ुव्वत मुतख़य्यला, तख्लीक़ी तवानाई और मारूज़ी सदाक़त मौजूद होती है. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇസ്തിലാഹിയായിട്ട് നമുക്ക് ഇതിൻ്റെ താരീഫ് പറയുകയാണെങ്കിൽ അതിൽ അദബി ഇസ്തിലാഹ്മേ ഐസി ചൽത്തി ഫിർത്തി തസ്വീർ കിഷി, ഒരു ഇപ്പോൾ ലൈവായിട്ടുള്ള, ചൽത്തി ഫിർത്തി എന്ന് പറഞ്ഞാൽ ലൈവായിട്ടുള്ള എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതായിരിക്കും അതിൻ്റെ ആപ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷന്. ഐസി ചൽത്തി ഫിർത്തി തസ്വീർ കിഷി, ലൈവായിട്ടുള്ള ചിത്രീകരണമാണ്, ലൈവായിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ ചിത്രീകരണമാണ് അദബി ഇസ്തിലാഹിൽ റിപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. ജിസ്മേ ഖുദ് മുസന്നിഫ് കോ സാത്ത്, അതിൽ മുസന്നിഫിൻ്റെ ദാത്ത് തന്നെ അഥവാ മുസന്നിഫ് തന്നെ ആ പരിപാടിയിൽ, ആ സംഗതിയിൽ, ആ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഉസ്ലൂബെ ഖുവ്വത്തെ മുതഖയ്യില, അതിൽ മുസന്നിഫിൻ്റെ ആ ഖുവ്വത്തെ മുതഖയ്യില, അദ്ദേഹത്തിൻ്റെ ആ ചിന്താശക്തി, അതിൻ്റെ ആ നല്ല ശൈലിയിൽ അത് അവതരിപ്പിക്കുമ്പോൾ, തഖ്ലീഖി തവാനായി, അദ്ദേഹത്തിൻ്റെ സൃഷ്ടി വൈഭവം, അതിനുള്ള ആ കഴിവ്, തഖ്ലീഖി അതിൻ്റെ കഴിവ്, ഉണ്ടാക്കി എഴുതുവാനുള്ള ആ കഴിവ്, ഓർ മാറൂസ് സദാഖത്ത്, അതുപോലെ സത്യസന്ധത, തെളിഞ്ഞു കാണുന്ന അദ്ദേഹത്തിൻ്റെ സത്യസന്ധത, അവിടെ നേരിൽ കണ്ടത് സത്യസന്ധമായിട്ട് അവതരിപ്പിക്കുക, ഇതെല്ലാം ഉൾക്കൊണ്ടത്, ഇതെല്ലാം മൗജൂദ് ഹോത്തി ഹെ, ഇതെല്ലാം ഈ റിപ്പോർട്ടേഴ്സിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും. നമ്മൾ സാധാരണ കാണുന്ന സഫർനാമ എല്ലാം ഇസ്മേ രഖ് ജാത്താ ഹെ, ഇതിലാണ് സഫർനാമകളെല്ലാം നാം ഉൾപ്പെടുത്താറുള്ളത്. സാധാരണ യാത്രാ വിവരണങ്ങളെല്ലാം നമ്മൾ ഈ ഒരു രീതിയിലാണ്, റിപ്പോർട്ടേഴ്സ് എന്ന രീതിയിലാണ് ലിഖ് ജാത്താ ഹെ എഴുതപ്പെടാറുള്ളത്. ഖുതൂത് ഗാലിബ് കെ ഖുതൂത് और ज़हीर ദഹ്ലവി की മഷ്ഹൂർ തഹ്നീഫ് ദാസ്താൻ ഖദർ, അതിലൊക്കെ റിപ്പോർട്ടേഴ്സിൻ്റെ പ്രകടമായ ചില രീതികൾ നമുക്ക് അതിലൊക്കെ കണ്ടെത്താൻ കഴിയും. ഉറുദു में റിപ്പോർട്ടേഴ്സ് का बाकायदा आगाज तरक्की पसंद तहरीक के साथ शुरू होता है. റിപ്പോർട്ടേഴ്സിൻ്റെ അതിൻ്റെ ശരിയായ രൂപം പ്രാപിക്കുന്നത് തർക്കി പസന്ത് തഹരീക്കോട് കൂടിയാണ്, അഥവാ പുരോഗമനവാദ പ്രസ്ഥാനത്തിൻ്റെ പുരോഗതി കൂടിയാണ്, അവരുടെ രൂപപ്പെടലോടുകൂടിയാണ് ഇതും രൂപപ്പെട്ടു വരുന്നത്. സജ്ജാദ് സഹീർ കാ റിപ്പോർട്ടേഴ്സ് യാദേൻ ഉറുദു കാ പെഹല മുക്കമ്മൽ റിപ്പോർട്ടേഴ്സ് ഹെ, ഉറുദുവിലെ ആദ്യ പരിപൂർണമായിട്ടുള്ള റിപ്പോർട്ടേഴ്സ്, ബാക്കായിദ റിപ്പോർട്ടേഴ്സ് ആരുടേത് എന്ന് ചോദിക്കുകയാണെങ്കിൽ സജ്ജാദ് സഹീറിൻ്റെ യാദേ എന്ന് പേരിട്ടിട്ടുള്ള റിപ്പോർട്ടേഴ്സ് ആകുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞ റിപ്പോർട്ടേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്, ഇത് ചഷ്മേ ദീദ് വാക്കയാത് പർ ലിഖ്ന, നേരിൽ കണ്ട കാര്യങ്ങൾ എഴുതുകയാണ്. പിന്നെ ഇതിൽ അദബി ഇസ്തിലാഹിൽ ഇത് നമ്മൾ പറയുകയാണെങ്കിൽ ഐസി ചൽത്തി ഫിർത്തി തസ്വീർ കഷി, ഒരു ലൈവായിട്ടുള്ള ചിത്രീകരണം, അതോടുകൂടി തന്നെ ജിസ്മെ ഖുദ് മുസന്നിഫ് കി സാത്ത് ജായിസ ലിയാഹോ, അത് മുസന്നിഫിൻ്റെ ആ വാക്കയാത്ത് ബസാത്ത് ഖുദ് ജായിസ ലിയാഹോ, അത് മുസന്നിഫ് തന്നെ സ്വമേധയാ സ്വന്തം ആ സംഭവങ്ങളെയൊക്കെ ഒന്ന് വിലയിരുത്തിയിട്ടായിരിക്കണം ഇത് എഴുതുന്നത്. അതിൽ തന്നെ വിലയിരുത്തി എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉസ്ലൂബെ ഖുവത്തെ മുതഖയ്യില, ചിന്തിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ശൈലി, ആ ചിന്താശക്തി, അത് എഴുതുമ്പോഴുള്ള ആ ശൈലി, അതൊക്കെ പ്രകടമായിരിക്കണം. കൂടെ സത്യസന്ധതയും വെളിവായിരിക്കണം. ഇത്തരത്തിൽ ഇതൊക്കെ അടങ്ങിയതാണ് റിപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞത്. ഇതോടുകൂടെ നമ്മുടെ പാഠം അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉറുദു നസർ എങ്ങനെയാണ് തുടക്കം കുറിച്ചത്, അതിൻ്റെ തുടക്ക കാലഘട്ടം എന്ന് പറഞ്ഞാൽ, ഉറുദു നസറിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ അത് സൂഫിയാക്കളുടെ മൽഫൂലാത്താണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ അതിനുശേഷം നോവലുകൾ എത്തരത്തിലാണ് രൂപപ്പെട്ടു വന്നത്, അതുപോലെ നോവലുകൾ രൂപീകരിക്കുന്നതിൽ
ഫോർട്ട് വില്യം കോളേജിലെ ഷൂബെ ഉറുദു എന്തൊക്കെ പങ്കുകൾ വഹിച്ചിട്ടുണ്ട്, അതുപോലെ ദാസ്ഥാനി നോവലുകളൊക്കെ എഴുതി അതിലൊക്കെ പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെ എന്നതെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി അടുത്ത പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ പാഠത്തിലുള്ള ചോദ്യോത്തരങ്ങളൊക്കെ നിങ്ങൾ എഴുതണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.